ഹലോ, ഇത് നമ്മുടെ 2025 ക്രിസ്മസ് ആണ്. നമ്മൾ നവംബറിൽ ആണ് നാട്ടിൽ നിന്ന് എത്തിയത് കേട്ടോ. അപ്പം വന്നപ്പോഴത്തേനും ക്രിസ്മസിൻ്റെ ഒരുക്കങ്ങളൊക്കെ ഇവിടെ ആയിട്ടുണ്ട്. കുറേ ലൈറ്റ്സും ആബർട്സ്ഫോർഡിൽ അങ്ങനെ ഒരുപാട് എന്താ പറയുക, വാൻകൂവറിലൊന്നും പോലുള്ള ഒരുപാട് ലൈറ്റ്സും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ഉള്ളതൊക്കെ ഭയങ്കര രസമായിട്ട് തന്നെ ഉണ്ട്. നമുക്ക് ഇവിടെ അടുത്ത് തന്നെ സെവനോക്സ് മോൾ എന്ന് പറഞ്ഞിട്ടൊരു മാളാണ് ഉള്ളത്. അപ്പോൾ ഞാൻ ഓർത്തുവെങ്കിൽ പിന്നെ ഇത്രയും വലിയ നമ്മൾ ഇപ്രാവശ്യം വീട്ടിൽ ക്രിസ്മസ് ട്രീ ഒന്നും സെറ്റ് ചെയ്തില്ല, കാരണം മോള് ചെറുതായതുകൊണ്ടും പിന്നെ എന്ത് കണ്ടാലും ഈ ഒരു പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളുള്ള അമ്മമാർക്കും അച്ഛന്മാർക്കും ഒക്കെ മനസ്സിലാവും. കാരണം എന്ത് കിട്ടിയാലും നേരെ വായിലോട്ടാണ്. ഒരു വയസ്സ് ആയതല്ല ഉള്ളൂ, അപ്പോൾ എന്ത് കിട്ടിയാലും വായിലോട്ടിടും, ഒരു നോട്ടവും ഇല്ല. അപ്പോൾ ക്രിസ്മസ് ട്രീ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് ബോൾസ് ആയാലും എല്ലാം പറിച്ച് വായിലിടുന്നതുകൊണ്ട് ഇപ്രാവശ്യം നമ്മൾ ക്രിസ്മസ് ട്രീ വെച്ചില്ല. അപ്പോൾ ഞാൻ അവൾക്ക് ഈ ലൈറ്റ്സ് ഒക്കെ കാണാൻ ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഞാൻ ഓർത്തെങ്കിൽ രണ്ടുപേരെയും കൊണ്ടും സെവനോക്സ് മോളിലൂടെയൊക്കെ ഒന്ന് പോയി നടന്ന് അതൊക്കെ ഒന്ന് കാണിച്ചിട്ട് എന്തെങ്കിലും അവിടെ നിന്ന് തന്നെ ഫുഡ് വല്ലതും കഴിക്കുകയും ചെയ്യാമെന്ന് ഓർത്തു. പ്രശാന്തേട്ടൻ്റെ ജോലിയായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ 3 പേരും കൂടെ പോയതാണ്. ഇവിടെ വന്നപ്പോഴത്തേനും സെയിം തന്നെ, ഇവിടെ വെച്ചേക്കുന്ന എല്ലാ ക്രിസ്മസ് ട്രീയുടെയും ബോളെല്ലാം പറിച്ചടിക്കുകയും അതിനും കൊണ്ട് നടക്കുകയും ഒക്കെ ആയിട്ട് ഓട്ടവും ബഹളവും തന്നെ. പിന്നെ ഈ നിറയെ ലൈറ്റ്സും ഒരുപാട് ആൾക്കാരെയൊക്കെ കണ്ടപ്പോഴത്തേനും കൺമണി കുറച്ച് ഹാപ്പിയായി. നമ്മൾ വന്നിട്ട് എന്താ പറയുക, ഈ ഇങ്ങനെ പുറത്തങ്ങനെ ഇറങ്ങുന്നുണ്ടായിരുന്നില്ല. 2 വീക്സ് ആയതേ ഉള്ളൂ വന്നിട്ട്. പിന്നെ ജെറ്റ് ലാഗും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കുറച്ച് പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ ഇരുന്ന് കാരണം അവളും ഇങ്ങനെ വീട്ടിനകത്ത് തന്നെ ഇരുന്ന് വിഷമിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പുറത്ത് വന്നപ്പോൾ സാന്റാക്ലോസിൻ്റെ ഇങ്ങനെ എന്താ പറയുക ഒരു ബൂത്ത് ഉണ്ടായിരുന്നു. നമുക്ക് പെയ്ഡാണ്, നമുക്ക് കൂടെ നിന്നിട്ട് ഫോട്ടോ എടുക്കാനായിട്ട്. അങ്ങനെ നമ്മൾ ഫോട്ടോ ഒന്നും പക്ഷേ എടുത്തില്ല. അതിനുശേഷം എനിക്കൊരു ജാക്കറ്റ് വാങ്ങിക്കാനും പിന്നെ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പോകാൻ ആർഡീനിൽ കാണുമെന്ന് വിചാരിച്ചു അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചപ്പോൾ അവിടെ ഇങ്ങനെ ചെറിയൊരു പ്ലേ ഏരിയ. അപ്പോൾ കുറച്ച് നേരം എനിക്ക് അവളെ അവിടെ ആദ്യമായിട്ടാട്ടോ ഇവിടെ വന്നിട്ട് ഞാൻ പുറത്തൊരു ഇങ്ങനത്തെ ഒരു ഏരിയയിൽ കൊണ്ടുപോയി കളിപ്പിക്കുന്നതൊക്കെ. അങ്ങനെ അവളെ അവിടെ വിട്ടപ്പോൾ അങ്ങനെ ആരെ കണ്ടാലും പരിചയക്കുറവൊന്നുമില്ല കൺമണിക്ക്. കാർത്തിമോൻ അതേസമയം ഭയങ്കര ആരെ കണ്ടാലും പെട്ടെന്ന് ഓടി എൻ്റെ അടുത്തോട്ട് വരികയും അങ്ങനെയൊക്കെ. പക്ഷേ ഇവളങ്ങനെയല്ല, ആരെ വിളിച്ചാലും പോവും, ഭയങ്കര ഹാപ്പി ഗേളാണ്. അപ്പോൾ ഇങ്ങനെ പിള്ളേർക്ക് കളിക്കുന്നുണ്ട്, അപ്പോൾ അവരുടെ കൂടെ പോയി നിൽക്കുകയും ഈ ചെക്കൻ അവളെ ഇടിച്ച് താഴെ ഇടിയൊക്കെ ചെയ്തു 2-3 പ്രാവശ്യം. എന്നാലും കരയുന്നൊന്നുമില്ല, അവൾ പതുക്കെ എണീറ്റിങ്ങ് പോരും. അപ്പോഴത്തേനും പിള്ളേർക്കൊക്കെ വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടാവുമെന്ന് എനിക്കും അറിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ A&W വന്നിട്ട് 3 ബർഗറും കൺമണി ഫ്രഞ്ച് ഫ്രൈസ് കുറച്ചൊക്കെ കൊടുത്താൽ കഴിക്കാം. അവൾക്ക് ഞാൻ പാലും അല്ലാത്ത സ്നാക്സും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചു. എന്നിട്ട് ഞാൻ ഇവരെ 2 പേരെയും കൂടെ ഇവിടെ കുറച്ച് എന്താ പറയുക കൗച്ചൊക്കെ പോലെ ഉണ്ട്, അവിടെ ഇരുത്തിയിട്ട് ഞാൻ ഒന്നും കൂടെ ഒന്ന് അതുവഴി നടന്ന് എനിക്ക് പറ്റിയ എന്തെങ്കിലും കിട്ടുമോ എന്നൊക്കെ നോക്കാനൊക്കെ ഇങ്ങനെ നടന്നു. എന്ത് രസമല്ലേ ക്രിസ്മസ് ട്രീ ഒക്കെ കാണാനായിട്ട്. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ 2 പേരും ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. പിന്നെ എപ്പോഴും സെവനോക്സിൽ വരുമ്പോൾ മോൻ ഇവിടുത്തെ ഈ ഐസ്ക്രീം വേണം. അപ്പോൾ അങ്ങനെ ഞാൻ പിന്നെ അവനൊരു ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇവിടെ നമുക്ക് എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റും, സാമ്പിൾസ് തരും. അപ്പോൾ അതൊക്കെ ടേസ്റ്റ് ചെയ്തിട്ട് അവൻ ഏറ്റവും അവസാനം എടുത്തത് ടോണിക്കിൻ്റെ ടേസ്റ്റുള്ള ഒരു ഐസ്ക്രീം, ബ്ലൂ കളർ. അത് കഴിച്ചു കഴിഞ്ഞാൽ ചുണ്ടിൻ്റെ കളർ കണ്ടില്ലേ, ഇതാണ് അവസ്ഥ. ഇതാണ് അവൻ ആകെ ഇഷ്ടപ്പെട്ടത്. കുറച്ചൊക്കെ അവൾക്ക് നിൽക്കാൻ കൊടുത്തു. എന്നിട്ട് 2 പേരും കൂടെ അതും കഴിച്ച് നമ്മുടെ ഇന്നത്തെ ആ ഒരു ഈവനിങ് ടൈം കഴിഞ്ഞു, ക്രിസ്മസ് ആയിട്ടുള്ള. അപ്പോൾ ഇനി നമുക്ക് വീട്ടിൽ പോയിട്ട് വേണം കൺമണിക്ക് എന്തെങ്കിലും കുറുക്കിയൊക്കെ കൊടുക്കാനും ഡയപ്പർ ചേഞ്ച് ചെയ്യാനൊക്കെ. അതൊക്കെയാണല്ലോ ഇപ്പോഴത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.